ഇതൊന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കിട്ടോ. ഈ ഒരു കറുത്ത കളറുള്ള ബീഫ് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ബീഫ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായി 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മസാലകൾ കുഴക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ തന്നെ 7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുത്തതും, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കാം. കൈ ഉപയോഗിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. മസാലകളൊക്കെ ബീഫിലേക്ക് നല്ലവണ്ണം പിടിക്കുന്ന രൂപത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഈ കുഴച്ചെടുത്ത ബീഫ് പ്രഷർ കുക്കറിൽ വെച്ചാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ആ ഒരു സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 90% വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, എങ്കിലേ നമ്മളെ ബീഫ് കൊണ്ടാട്ടം നല്ല ടേസ്റ്റായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് അതിൻ്റെ ഗ്രേവിയോട് കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് തന്നെ ബീഫ് നന്നായി മൊരിയിപ്പിച്ചെടുക്കണം. ഗ്രേവി നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് തന്നെ ബീഫ് നന്നായി മൊരിയിപ്പിച്ചെടുക്കുക. ഈ സമയത്തെല്ലാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഗ്രേവിയിൽ കിടന്ന് മൊരിഞ്ഞത് കാരണം ഈ സമയത്ത് ബീഫ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഈ ബീഫ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കാനായി കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് വഴറ്റിയെടുക്കാനുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ 5 കൊണ്ടാട്ടമുളക് ഒന്ന് വറുത്തെടുക്കാം. ഇത് തൈരിലിട്ട കൊണ്ടാട്ടമുളകാണ്. ഈ കൊണ്ടാട്ടമുളകും 3 ഉണക്കമുളകും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 7 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കണം. കൂടാതെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നീളത്തിലരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 6 ചെറിയ ഉള്ളിയും കൂടെ നീളത്തിലരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത് കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടെ നന്നായി വഴറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസായ ചതച്ച
കൊണ്ടാട്ടമുളകും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. സോസ് ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കൊണ്ടാട്ടത്തിന്. ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. സവാളയും മസാലയും എല്ലാം ബീഫിലേക്ക് നന്നായി പിടിക്കുന്ന രൂപത്തിൽ വേണം ഇളക്കി കൊടുക്കാൻ. 2-3 മിനിറ്റ് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.